ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ കൊണ്ട് ഒരു ഫീഡിങ് ടോപ്പ് തയ്ക്കുന്നത് എങ്ങനെയെന്നാണ്. ഒരു ഫ്രോക്ക് നെറ്റ് പോലെയാണ് നമ്മൾ തയ്ക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. സൈസ് നമുക്ക് വരുന്നത് XL ആണ് കേട്ടോ. നല്ല അടിപൊളി ഒരു റെഡ് കളറാണ് കേട്ടോ. നല്ല ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മെറ്റീരിയൽ നമ്മുടെ കയ്യിലൊരു 4 പീസേ ഉണ്ടായിരുന്നുള്ളൂ. മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വന്നത്. 4 പീസും വന്നപ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ടായിട്ട് ഇപ്പോഴും എൻക്വയറി ഉള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. 290ൻ്റെ നൈറ്റി ബിറ്റാണിത്. അപ്പോൾ നമ്മൾ എപ്പോഴും മടക്കിയിടുന്നത് പോലെ 4ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ടിട്ട് സ്കെയിൽ കൊണ്ട് എല്ലാ വശങ്ങളും ഒന്ന് നേരെ ആക്കുന്നുണ്ട്. ഫോൾഡഡ് ആയിട്ടുള്ള 2 സൈഡ് നമ്മൾ നിൽക്കുന്ന സൈഡിലും ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് ഓരോ അളവുകളായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ 7 എടുക്കുന്നത്. താഴത്തോട്ട് ആം ഹോളും 7 തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ ലാർജുകാർക്കും XLകാർക്കൊക്കെ ശരിക്കും ഈ ഒരു അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഫ്രീ സൈസായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ സെയിം അളവിൽ തന്നെയാണ് കേട്ടോ. അതിന് ശേഷം നമുക്കതൊരു ബോക്സാക്കി വരയ്ക്കാം. ചെസ്റ്റ് വരയ്ക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു നീളത്തിൽ ഒന്ന് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, ഇങ്ങനെയാണ് നമ്മൾ അടയാളങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഷോൾഡർ കൊടുത്തിട്ടുണ്ട്, ആം ഹോൾ കൊടുത്തിട്ടുണ്ട്, ചെസ്റ്റിനുള്ള ലൈനും കൂടി കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ചെസ്റ്റ് വരക്കാം. ചെസ്റ്റ് ഞാൻ എടുക്കുന്നത് ഒരു 9.5 ആണ്. 9.5 എടുത്തിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം നമുക്ക് 11 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ കൊടുക്കുന്നത്. നിങ്ങളപ്പോൾ XL ആണെങ്കിൽ ഈ ഒരു അളവിൽ എടുത്താൽ മതി കേട്ടോ. ലാർജുകാർക്കും ഈ ഒരു അളവ് തന്നെയാൽ മതി. ഒന്ന് ഷേപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ എല്ലാം ഷോൾഡറൊക്കെ കറക്റ്റ് തന്നെയായിരിക്കും കേട്ടോ. നമ്മളിത് ഇതുപോലെ 9.5 കൊടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി നമ്മളൊരു 11 ചെസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ വീഡിയോയിൽ സ്പീഡ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ സ്ലോവിൽ കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആം ഹോള് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് വരക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ഒന്ന് ഇറക്കിയൊക്കെ വരക്കാം കേട്ടോ. ശേഷം നമ്മൾ ഷേപ്പിൻ്റെ അവിടുത്തെ ലെങ്ത്താണ് എടുക്കുന്നത്. നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആ ഷേപ്പ് വരെയും വരുന്ന ലെങ്ത്ത് ഞാനൊരു 14 എടുക്കുന്നത്. 14 ഇതുപോലെ അറ്റം വരെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് യോക്ക് പാർട്ടും സ്കേർട്ടും സെപ്പറേറ്റ് ചെയ്താണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കയറ്റി വരയ്ക്കണമെങ്കിൽ കയറ്റി നമുക്ക് അളവെടുക്കാം കേട്ടോ. ഞാനപ്പോൾ നോർമലായിട്ട് 14 എടുക്കുന്നത്. നമ്മളപ്പോൾ ചെസ്റ്റിൻ്റെ അവിടെ 11 എടുത്തുകൊണ്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ 10.5 എടുക്കുന്നത്. തയ്യൽ തുമ്പും കൂടി കൂട്ടി നമ്മൾ 10.5 എടുക്കുന്നത്. ശേഷം ഇതൊന്ന് ജോയിൻ്റ് ചെയ്തതുപോലെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം യോക്ക് പാർട്ടിൻ്റെ അവിടുത്തെ അളവുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് കൊടുക്കാനുള്ളത്. നെക്ക് ഞാനൊരു 2.5 എടുക്കുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ ഇടാനൊക്കെ ആവുമ്പോൾ നമ്മൾ 2.5 നോർമലായിട്ട് എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മലർന്നു പോയാൽ നമ്മൾ കുമ്പിട്ട് നിന്ന് വർക്ക് ചെയ്യുമ്പോഴും എന്തെങ്കിലും വീട്ടു ജോലിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ 2.5 എടുക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ എടുക്കാറുള്ളൂ. ശേഷം ഞാൻ ഇതുപോലെ ബാക്ക് നെക്ക് ഇറക്കം 3, ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5 കൊടുക്കുന്നത്. ബാക്ക് നെക്ക് നമ്മളൊരു റൗണ്ട് നെക്കായിട്ടാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ ഡിസൈനിൽ എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. ഞാനപ്പോൾ ഒരു സ്ക്വയറായിട്ട് കൊടുക്കാമെന്ന് തന്നെയാണ് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് ഈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഇങ്ങനെ ഒന്ന് ചരിച്ച് ആണ് ഞാനൊരു സ്ക്വയർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അളവെടുത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഞാൻ സിബ് വെക്കുന്നുണ്ട്. നിങ്ങൾ സിബ് വെച്ചില്ലെങ്കിൽ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ അത് ഇവിടെ നിന്നൊരു 4 ഇഞ്ച് നമ്മൾ ഈ നമ്മുടെ ഫോൾഡഡ് ആയിട്ടുള്ള സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ടൊരു 4 ഇഞ്ച് എടുത്തിട്ടാണ് നമ്മൾ സിബ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇതുപോലെ ആയാലും സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിന് മുമ്പ് ഇന്നലെ മിനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ അത് ഒരുപാട് വ്യൂസൊക്കെ കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതുപോലത്തെ തന്നെ ഒരു മെത്തേഡിലാണ് നമ്മളിതും സ്റ്റിച്ച് ചെയ്യുന്നത്.
പിന്നെ നമുക്ക് താഴെ ഫ്രില്ല് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ സിബും കൂടി വെക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ. അതിന് ശേഷം നമ്മൾ സ്ലീവ് വരയ്ക്കുന്നുണ്ട് കേട്ടോ. സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 6 എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു പഫ് സ്ലീവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്ലീവ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കുക. അപ്പോൾ കൈക്കുഴിയുടെ ലെങ്ത്ത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 9.5 കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 9.5 എടുത്താൽ മതി. ടോട്ടൽ ലെങ്ത്ത് എടുത്തിരിക്കുന്ന 6. പഫ് ആയതുകൊണ്ടാണ് നമ്മുടെ വിഡ്ത്ത് കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത്. നിങ്ങളൊരു 7 വിഡ്ത്തായിട്ട് എടുത്താൽ മതിയായിരിക്കും. പഫിൻ്റെ നമ്മൾ ആ ഒരു പഫിൻ്റെ 3 അകലാണ് എടുത്തിരിക്കുന്നത്. പഫ് ഇങ്ങനെ വരുന്ന ആ ഭാഗത്ത് നമ്മൾ 3 എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ലീവ് നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക. കൈക്കുഴി മാത്രം 9.5 എടുത്താൽ മതി, കൈക്കുഴിയുടെ ആ പോർഷനിൽ വരുന്ന പാർട്ട്. ബാക്കി നിങ്ങൾക്ക് ലെങ്ത്തും വിഡ്ത്തെല്ലാം ഈ പഫ് വേണോ ഇല്ലയോ, അങ്ങനെ ഇനി സ്ലീവ് വേണ്ടെങ്കിലോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. ശേഷം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് കട്ടിങ് പരിപാടിയൊക്കെ കൂടിയുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡിലൊന്ന് ചരിച്ച് വെട്ടുന്നുണ്ട്. നെക്ക് ഫ്രണ്ടും ബാക്കും കൂടി ഒരുമിച്ച് വെട്ടുക. അതിന് ശേഷം ഷോൾഡർ നമുക്ക് വെട്ടി മാറ്റാം, 2 ആക്കുക. അതിന് ശേഷം ഫ്രണ്ട് നെക്ക് വെട്ടാം. ഇപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്കേർട്ടിലാണ്. സ്കേർട്ടിൽ ടോട്ടൽ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ എടുക്കുക. ഞാനിപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എടുക്കുന്നത് 48 കേട്ടോ. ടോട്ടലായിട്ടുള്ള ലെങ്ത്ത് എടുക്കുന്നത് 48. അപ്പോൾ 14 കഴിഞ്ഞിട്ടുള്ള ബാലൻസാണ് ഞാൻ എടുക്കുന്നത്. അത് വെട്ടി മാറ്റിയിട്ടുണ്ട്. അടിയിൽ നമ്മൾ എന്താ പറയുക, ഫ്രില്ലൊന്നും കൊടുക്കുന്നില്ല. നോർമലായിട്ടുള്ളൊരു അടിയിൽ നോർമലായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പം നമുക്ക് നേരെ സ്റ്റിച്ചിങ് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് യോക്ക് പാർട്ടാണ്. അത് ഫ്രണ്ട് പാർട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ റെഡ് കളറിലെ സെയിം പീസ് തന്നെയാണ് നമ്മൾ നെക്കിൽ വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ ആ പീസിൻ്റെ വീതി വരുന്നത് 11 ഇഞ്ചാണ്. ഇറക്കം വരുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു അളവിലോ ഇല്ലെങ്കിൽ ഇത്തിരി വീതി നമുക്കൊരു 11 തന്നെ മതി. ഇറക്കം നിങ്ങൾക്ക് ഇതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ അതുപോലത്തെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അളവുകളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെക്കാം. ആ ഒരു പീസാണ് നമ്മൾ ഈ നെക്കിലോട്ട് ആദ്യം തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ടാണ്. എപ്പോഴും അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാലൻസ് എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്കൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ ഉള്ളവർ ആദ്യം തന്നെ ഫ്രണ്ട് പാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് നല്ല വശങ്ങൾ ചേർത്ത് ഇതുപോലെ വെക്കുക. അപ്പോൾ ലൈനിങ്ങിൻ്റെ പീസ് നെക്കിൽ വെക്കാനുള്ള നമ്മുടെ ലൈനിങ് പീസും മെയിൻ ക്ലോത്തും കൂടി ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. നല്ല വശങ്ങൾ ചേർത്താണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നമ്മൾ നെക്ക് വെട്ടിയ ഭാഗത്തൂടെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒന്ന് മുട്ടുസൂചിയൊക്കെ കൊണ്ട് കുത്തിയിട്ട് വെക്കുക. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയൊന്നും പോകരുത്. ഇതുപോലെ നമ്മൾ നെക്കിലോട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ആ ബാലൻസ് വന്ന നെക്കിൻ്റെ ആ പീസ് കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യാനുള്ളത്. പിന്നീട് നമുക്ക് ആ തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2-3 കമൻറ്റുകൾ കണ്ടായിരുന്നു കേട്ടോ. ഓൺ വോയിസിൽ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്, സെപ്പറേറ്റ് വോയിസ് കൊടുക്കുമ്പോൾ ഒന്നും മനസ്സിലാവണില്ല എന്നും പറഞ്ഞ്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ വോയിസ് കൊടുക്കാത്തതെന്ന് വെച്ചാൽ, മെയിനായിട്ടുള്ള കാര്യം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് വീട്ടിലായതുകൊണ്ട് തന്നെ എപ്പോഴും ആളും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ TV തന്നെ അരികത്തിരിപ്പുണ്ട്. TVയുടെ ശബ്ദം, കുക്ക് ചെയ്യണ ശബ്ദം. ചെറിയൊരു വീടായതുകൊണ്ട് തന്നെ എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ എനിക്കൊരിക്കലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വോയിസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര ശബ്ദമായിരിക്കും പുറത്തുനിന്ന് കേൾക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് രണ്ടാമത് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരവസരം കിട്ടിയാൽ ആരും ഇല്ലാത്തപ്പോൾ ഒക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അങ്ങനെ ആദ്യം ഞാൻ വിചാരിച്ചു ഒരാളായിരിക്കുമെന്ന്. പക്ഷെ 2-3 പേര് ഒരുമിച്ച് അതുപോലെ പറഞ്ഞു കേട്ടോ, ശബ്ദം കൊടുത്തിട്ട് ചെയ്യാവുന്നു. എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. വീട്ടിലെല്ലാവരും ഉള്ളപ്പോഴാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ശബ്ദമായിരിക്കും. അതിപ്പോൾ രാത്രി ആയാലും ഉറങ്ങുന്നവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ശബ്ദം കൊടുക്കാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ശബ്ദം കൊടുക്കുന്നത്. മനസ്സിലാത്ത അവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ തിരിച്ചിട്ടിട്ടുണ്ട്. തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഫ്രണ്ട് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിനി സിബ്ബ് വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സിബ്ബ് വെക്കുന്നുണ്ടെങ്കിൽ മേളിൽ നിന്ന് ഇപ്പം ഞാൻ വെക്കുന്ന പോലെയാണ് വെക്കുന്നതെങ്കിൽ ഷോൾഡർ ഒരു 1/2 ഇഞ്ചും കൂടി കൂടുതൽ എടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിബ്ബ് വെച്ച് കഴിയുമ്പോൾ ഷോൾഡർ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ കാര്യം വിട്ടുപോയിട്ടോ പറയാൻ വേണ്ടി. അപ്പോൾ സിബ്ബ് വെക്കുകയാണെങ്കിൽ 1/2 ഇഞ്ച് 7ആണ് എടുത്തതെങ്കിൽ ഒരു 7.5 നിങ്ങൾ ഷോൾഡർ എടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അതിൽ നിന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ സെൻറ്ററുകൾ ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട്. അതിൻ്റെ അവിടെ നിന്ന് ആ മടക്കി അവിടെ നിന്ന് നമ്മൾ ഓപ്പോസിറ്റിലോട്ട് ഒരു 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ സിബ്ബ് വെച്ച് കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാം. ഞാനങ്ങനെ ചെയ്യാതിരുന്നത് വേറൊന്നുമല്ല, 3 പീസായിട്ടാണല്ലോ കട്ടായി വരുന്നത്. അപ്പോൾ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരെണ്ണം എങ്ങാനും മിസ്സായാൽ പിന്നെ അത് നോക്കി നടക്കാനൊക്കെ സമയം പോകും. അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്യുന്നത്. 4 ഇഞ്ച് നമ്മൾ അളന്നെടുത്തിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നേരെ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതൊരു 3 പീസായിട്ട് കിട്ടും കേട്ടോ. നമുക്കപ്പോൾ സിബ്ബ് വെച്ച് കൊടുക്കാം. ഞാനപ്പോൾ ഒരു വലിയ സിബ്ബാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ റെഡ് കളർ ഇല്ലാത്തതുകൊണ്ട് ബ്ലാക്ക് കളറിലെ സിബ്ബാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സെയിം കളറിലെ സിബ്ബ് കിട്ടുകയാണെങ്കിൽ അത് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗിയാട്ടോ. ഞാനിപ്പോൾ ഒരു വലിയ സിബ്ബ് എടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ സിബ്ബ് വെക്കുന്നത് അടിയിൽ നിന്ന് മേളിലോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് സിബ്ബ് വെക്കുന്നത്. ഇതുപോലെ അടിയിൽ നിന്ന് മേളിലോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതുപോലെ ഏറ്റവും അടിയിൽ നിന്ന് നമ്മൾ മേളിലോട്ടാണ് സിബ്ബ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ക്ലോത്തിൻ്റെ നല്ല വശത്തോട്ട് സൈഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ. വെക്കുമ്പോൾ നല്ല വശത്തോട്ട് ഈ സിബ്ബ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. സിബ്ബിൻ്റെ നല്ല വശം മേളിലാണ് കേട്ടോ കിടക്കുന്നത്, ക്ലോത്തിൻ്റെ നല്ല വശവും മേളിലാണ് കിടക്കുന്നത്. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടല്ലോ, സിബ്ബ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതൊന്ന് പയ്യെ ഒന്ന് തിരിക്കണം. കണ്ടോ, ഒറ്റ തിരികെ തിരിക്കാവുള്ളൂ, 2-3 വട്ടം തിരിക്കരുത്. ഇങ്ങനെ ഇരിക്കുന്ന സിബ്ബ് ഇതുപോലെ ഇരിക്കുന്ന സിബ്ബ് ഒന്നിങ്ങനെ പിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിലെ സിബ്ബിൻ്റെ വശം അപ്പുറത്തെ സൈഡിലോട്ട് വരും. ഇങ്ങനെ നിങ്ങൾ അങ്ങനെ ഇരിക്കണമെന്ന് വിചാരിച്ച് പേടിക്കേണ്ട. നമ്മൾ സിബ്ബ് ഇട്ട് കഴിയുമ്പോൾ നേരെ ആയിക്കോളും. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സിബ്ബിൻ്റെ പറ്റിയ കൂടി അടിച്ചു കൊടുക്കണ്ട. നമ്മൾ ആ സിബ്ബ് ആ ക്ലോത്തായിട്ടൊന്ന് ഉറപ്പിച്ചിരിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ആ സിബ്ബിൻ്റെ ഏതെങ്കിലും ഒരു തുണി കൂടി തന്നെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് അടിച്ച് അറ്റം വരെ കൊടുക്കുക. സിബ്ബ് തുറന്ന് കൊടുത്തിട്ട് അടിക്കുക. അപ്പുറത്തെ വശവും അതുപോലെ അടിച്ചു കൊടുക്കുക. ഇത് നമ്മൾ വെറുതെ ഒന്ന് അടിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. സിബ്ബ് ഇങ്ങനെ മലത്തി വെച്ചിട്ട് അടിക്കില്ലേ നമ്മൾ, ശരിക്കും ഇങ്ങനെ അകത്തി പിടിച്ചിട്ട് അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് തുണിയുടെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടി നമ്മൾ സിബ്ബ് ശരിക്കും വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാണ്ടിരിക്കാനും വേണ്ടി വെറുതെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ഫുഡൊന്നും മാറ്റുന്നില്ല. സാധാരണ ഞാൻ സിംഗിൾ ഫുഡ് ഇട്ടാണ് ഇൻവിസിബിൾ സിബ്ബ് അടിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഫുഡ് കൊണ്ട് തന്നെ അടിക്കുകയാണ്, അതൊന്ന് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടി. ഫുഡ് മാറ്റിയിട്ട് ഞാൻ അടിക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ അപ്പുറത്തെ വശവും നേരെ ഇട്ടിട്ട് ഒന്ന് തിരിച്ച് സിബ്ബ് മാത്രം ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സിബ്ബൊക്കെ ഒന്ന് നേരെ വെച്ച് ഇങ്ങനെ അടച്ച് നോക്കുമ്പോൾ കണ്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ഇൻവിസിബിൾ അല്ല, നമ്മൾ ഫുഡ് മാറ്റിയിട്ട് സിബ്ബിൻ്റെ തൊട്ട് പറ്റേ കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ച് ഒന്നും കൂടി അടിച്ചു കൊടുക്കാനുണ്ട്. പക്ഷേ അതിന് മുമ്പ് നമുക്ക് അപ്പുറത്തെ സൈഡും ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വെക്കുന്നത് ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. ഇതുപോലെ സിബ്ബും ക്ലോത്തും കൂടി വെക്കുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ച് വെക്കുക, ഒന്ന് ചെറുതായിട്ട് ടേൺ ചെയ്യുക. അത് 2-3 വട്ടം ചെയ്യരുത്, അപ്പോൾ പിരിഞ്ഞു പോകും. ഒറ്റ വട്ടം ഇങ്ങനെ ഒരുമിച്ചിട്ടിട്ട് ഒറ്റ വട്ടം തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിച്ച് ടേൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ കിട്ടും. കണ്ടോ, ഞാൻ ഒറ്റ തിരികെ തിരിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് 1-2-3 വട്ടമൊക്കെ തിരിച്ചാൽ അത് പിരിഞ്ഞു പോകും. ഒറ്റ വട്ടം നിങ്ങൾ തിരിച്ചാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ സിംഗിൾ ഫുഡ് ഇട്ടിട്ടാണ് സിബിൻ്റെ തൊട്ട് പറ്റിയ കൂടി അടിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഇൻവിസിബിൾ പോലെ തന്നെ കിട്ടും കേട്ടോ.
ഞാനപ്പോൾ അതെ സിംഗിൾ ഫുഡ് ഇടുന്നുണ്ട് കേട്ടോ. ഒന്ന് അത് ഊരി ഇപ്പോൾ നോർമലായിട്ടുള്ളത് മാറ്റിയിട്ട് നമുക്ക് സിബിൽ അടിക്കാൻ പറ്റിയത് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് തൊട്ട് പറ്റിയ വെച്ച് അടിക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് ഇൻവിസിബിളായിട്ട് തന്നെ നല്ല വൃത്തിയിൽ തന്നെ കിട്ടും. സിബ് ഒട്ടും കാണാത്ത വൃത്തിയിൽ തന്നെ കിട്ടും. ഞാനപ്പോൾ അത് മാറ്റിയിട്ട് ഇതിട്ടിട്ടാണ് ബാലൻസ് അടിക്കുന്നത്. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വെക്കും, എന്നിട്ടാണ് ഞാൻ രണ്ടാമത് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഇടണേ എന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ സിബ് ഒന്നും കൂടി തുറന്നിട്ട് പറ്റയിൽ വെച്ച് എത്രയും നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക സിബിൻ്റെ പറ്റയിൽ എത്രയും വെക്കാവോ അത്രയും നിങ്ങൾ പറ്റയിലിട്ട് അടിക്കുക. സിബിലോട്ട് കയറി പോകരുത്. സിബിലോട്ട് കയറിപ്പോയാൽ പിന്നെ അത് ഓപ്പൺ ആവാനും അടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ സിബിൻ്റെ ഏറ്റവും പറ്റിയിൽ ഇങ്ങനെ കൈ കൊണ്ട് മലത്തി വെക്കുമ്പോൾ അതിങ്ങനെ സൈഡിലോട്ട് വെക്കുള്ളൂ. എന്നിട്ട് വേണം നിങ്ങളിങ്ങനെ പറ്റയിൽ വെച്ച് അടിച്ചു കൊടുക്കുക. എങ്കിലേ നല്ല വൃത്തിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അത് 4 വശമുണ്ട്. ഇപ്പോൾ ഒരു വശമുണ്ട്, ഒരു സിബിൻ്റെ അപ്പുറവും ഇപ്പുറവും, അങ്ങനെ 4 വശവും ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്കപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ സിബ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സിംഗിൾ ഫുഡ് നമ്മൾ ഇട്ടേക്കുന്നത് അത് മാറ്റിയിട്ട് നോർമലാക്കുക. നോർമലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും അടിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ സിബിൻ്റെ അവിടെ ഇങ്ങനെ വിടർന്ന് 2 കട്ടായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ അതിൽ കൂടി സിബ് പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും അടിയിൽ ഒരൊറ്റടി മടക്കി ഒന്നും അടിക്കേണ്ട. നിങ്ങൾ ആ സിബിൻ്റെ അവിടെ ഉള്ള ഭാഗം വിട്ടിരിക്കുന്ന ഭാഗം ഒന്ന് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ അറ്റത്തുനിന്ന് ഞാൻ അടിച്ച് വന്നിട്ട് സിബിൻ്റെ അവിടെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. സിബ് പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ അറ്റം വരെ 2 സൈഡും ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും അറ്റം വരെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ സിബ് ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് അടിയിൽ കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ സ്കേർട്ടിൻ്റെ പാർട്ട് ഈ യോക്ക് പാർട്ടിലോട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് അടിച്ചിങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ഫ്രില്ലിടുന്നത് ആ സിബിൻ്റെ നടുക്ക്, സിബ് 2ൻ്റെ നടുക്ക് വരുന്ന ആ ഒരു പാർട്ടി മാത്രമേ എന്താ പറയുക ഫ്രില്ലുകൾ ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം പ്ലെയിനായിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഫ്രില്ലുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആ ഒരു ചെറിയ ഒരു സിബിൻ്റെ നടുക്ക് വരുന്ന പാർട്ടിൽ മാത്രമേ ഫ്രില്ലുകൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതും കുഞ്ഞു കുഞ്ഞു ഫ്രില്ലുകളാണ് ഇട്ട് കൊടുക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഫ്രില്ലുകൾ കാണാനുമാണ് ഒരു പ്രത്യേക ഭംഗിയാണ് കുഞ്ഞു കുഞ്ഞു ഫ്രില്ലുകൾ കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ അത് അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സിബിൻ്റെ ആ സൈഡിൽ കൂടി വെച്ച് കൊടുത്തിട്ട് അപ്പുറത്തെ സിബിൻ്റെ അങ്ങോട്ടാട്ടത് ഇതുപോലെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രില്ല് വേണ്ടെങ്കിൽ ലേസ് വേണ്ടെങ്കിൽ വെച്ച് കൊടുക്കണ്ട. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡലിൽ വെക്കാമെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ട് ഇവിടെ നിന്ന് അറ്റം വരെ മാത്രമാണ് വെക്കുന്നത്. അതിന് ശേഷം ഞാൻ ബാക്ക് നെക്ക് വെക്കാൻ വേണ്ടി ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്ക് നെക്കിലോട്ട് ഇതുപോലെ വെച്ച് കൊടുത്തൊന്ന് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ചെയ്യുന്നത് ഷോൾഡർ രണ്ടും കൂടി ജോയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ നൈറ്റിയിലൊക്കെ ഞാൻ ഇതിന് മുമ്പും വീഡിയോയിൽ ഇട്ട പോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. 2 ഷോൾഡറും ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബാക്ക് നെക്ക് അങ്ങോട്ട് ഫിനിഷ് ചെയ്യും. അത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക്. പിന്നെ നമുക്ക് ബാക്ക് നെക്കിലും യോക്ക് പാർട്ട് സ്കേർട്ടും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്യാനുണ്ട്. അതിന് ശേഷം നമുക്ക് സ്ലീവ് വെക്കാനുണ്ട്. സ്ലീവ് ഒരു പഫ് സ്ലീവാണ് ഞാൻ വെക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ സ്ലീവും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 2 സൈഡും ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. 2 സൈഡും ജോയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷമായിട്ട് അടിയിൽ മടക്കി അടിക്കുന്നുണ്ട്. അത്രയേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കിലപ്പോൾ ഞാൻ ഇത്തിരി വലിയ ഫ്രില്ലാണ് വെച്ച് കൊടുക്കുന്നത്. അറ്റം വരെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് കേട്ടോ ഇത്. നല്ല കളറും നല്ലൊരു ഡിസൈനൊക്കെ ആയതുകൊണ്ട് കസ്റ്റമർ എൻ്റെ കയ്യിലുള്ള എല്ലാ മെറ്റീരിയലും തീർന്നിട്ടുണ്ട്. നമ്മൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ ഒരു റെഡ് കളർ എല്ലാവരും ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കളറെല്ലാം തീർന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഈ ഒരു കളറില്ല. ഇതൊരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വന്നത്. അപ്പോൾ വൈറ്റ് കളർ ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളത്, അതും തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സ് ആൻഡ് മാച്ച് സെപ്പറേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ ആരെങ്കിലും വേണമെങ്കിലോ എന്ന് ചോദിച്ച് രണ്ടും സെപ്പറേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. ഒരുമിച്ച് എടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല എൻ്റെ കയ്യിൽ നിന്ന്. ഓരോ പീസായിട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ
ഇങ്ങനൊരു ലുക്കിലാണ് ഞാൻ ഫൈനൽ ലുക്ക് എന്തായാലും ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കസ്റ്റമർക്ക് ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ബാലൻസ് എന്താ കാണിക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ എല്ലാ വീഡിയോയിലും കാണിച്ചിട്ടുള്ളൊരു മെത്തേഡിൽ തന്നെയാണ് ഇതും തയ്ക്കുന്നത്. അതുകൊണ്ടാണ് ബാലൻസ് കറക്റ്റായിട്ട് കാണിക്കാണ്ട് സ്പീഡിൽ ഓടിച്ചു കളഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. ഇനിയൊന്നും മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ വേറെ വീഡിയോ വേണമെങ്കിൽ ഇടാം കേട്ടോ, സ്ലോ ആയിട്ടുള്ള വീഡിയോ ഇടാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ ഇതിനു മുമ്പ് ഒരു യെല്ലോ കളറിൽ ഈ സെയിം മോഡൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മോഡലിൽ തന്നെയാണ് ഇത്, സിബ് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ 2 ടൈ ബാക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൈക്കുള്ള തുണി നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നല്ലേ, അത് ഇതുപോലെ അടിച്ചെടുത്തിട്ട് നമ്മളൊന്ന് ഈർക്കിൽ കൊണ്ടാണ് നമ്മൾ തിരിച്ചിടുന്നത്. തിരിച്ചിട്ടിട്ട് നമ്മൾ അതും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇറക്കമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 48 സൈസാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ. പിന്നെ സ്ലീവ് നമ്മളൊരു പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, കസ്റ്റമർക്കും ഇഷ്ടപ്പെട്ടു. കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീഡിങ് ആയിട്ട് തോന്നരുത്, അതുകൊണ്ടാണ് ലേസ് വെച്ച് കൊടുത്തത്. ഈ സെയിം മോഡൽ തന്നെ ഞാൻ ഇതിന് മുമ്പ് ആ കസ്റ്റമർക്ക് തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഇതുപോലെ വേണം എന്ന് പറഞ്ഞത്, അത് ഇഷ്ടപ്പെട്ടാണ് ഇതുപോലെ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഫീഡിങ്ങിൻ്റെ സിബ് ഒട്ടും കാണാത്ത വിധത്തിൽ എന്തായാലും ഒരു ഡിസൈനാണെന്നേ വിചാരിക്കുള്ളൂ. അപ്പോൾ അതുപോലൊരു ഡിസൈനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. ഫീഡിങ് ആണെന്ന് പറയില്ല. അപ്പോൾ ചിലവർക്ക് ഇങ്ങനെ ഫീഡിങ് എന്ന് പുറത്ത് കാണാത്ത വിധത്തിൽ വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു കസ്റ്റമറായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ റിപ്ലൈ തരാം. ഇപ്പോൾ കുറച്ച് തിരക്കാണ്, ഈ ഓണത്തിൻ്റെ സെയിലും കൂടി വന്നതുകൊണ്ട് നല്ല തിരക്കാണ്. വീഡിയോസൊന്നും അങ്ങനെ ഇടാനൊന്നും ഒട്ടും പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴാണ് ഇതുപോലെയൊക്കെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഓണം സെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 199 തൊട്ടാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ഫ്രോക്ക് നൈറ്റിയൊക്കെ. അപ്പോൾ നല്ല മെറ്റീരിയലാണ്, വർദ്ധമാൻ്റെ നല്ല മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ 199 തയ്ക്കുന്നത്. സാധാരണ ലോ ക്വാളിറ്റിയിലുള്ളത് കൊണ്ടാണ് 199 റുപ്പീസിന് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇത് വർദ്ധമാൻ പോലത്തെ നല്ല മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചേച്ചിമാരുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരുമിച്ച് കിട്ടുമ്പോഴാണ് ചിലപ്പോൾ ബാലൻസ് ഉണ്ടെങ്കിലാണ് വീഡിയോ ഇടുന്നത്. നമ്മൾ ഗ്രൂപ്പിലോട്ട് ഇടുമ്പോൾ തന്നെ ചിലപ്പോൾ അത് സോൾഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ഇടും. അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിലും കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ സ്റ്റിച്ച് ചെയ്യാമല്ലോ. 199 എന്ന് പറയുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ.